ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 29. ക്രിസ്തുവിൻ്റെ പൂർവാസ്ഥിക്യം. ദൈവം എന്നതിന് ക്രിസ്തുവിൻ്റേതും തൻ്റെ മഹിമ കണ്ട അപ്പോസ്തലന്മാരുടെയും സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യവും യോഹന്നാൻ 1:15 നാം കാണുന്നുണ്ട്. അതിങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് യോഹന്നാൻ സാക്ഷീകരിച്ച് പറയുന്നത്: എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറയുകയാണ്. ജനനം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും തൻ്റെ പിന്നാലെ വന്നവൻ സ്ഥാനമാഹാത്മ്യത്താൽ തനിക്ക് മുമ്പനായി തീർന്നു. കാരണം യേശു എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണെന്ന് യോഹന്നാൻ പറയുകയാണ്. കാണുക, യെശയ്യാവ് 40:3 മലാക്കി 3:1 യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ളൊരു പ്രവചനം അടങ്ങിയിരിക്കുന്നു. മലാക്കിയുടെ ശുശ്രൂഷ ഇസ്രായേലിൻ്റെ നടുവിൽ അവസാനിച്ചിട്ട് ഏകദേശം 400 വർഷം കഴിഞ്ഞിരുന്നു. ഇതാ ഇപ്പോൾ ഒരു പുതിയ പ്രവാചകൻ്റെ ശബ്ദം ജനങ്ങൾ കേൾക്കുന്നു. അത് ദൈവദൂതുമായി ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ഉജ്ജ്വല പ്രവാചകനായി സ്നാപകൻ രംഗപ്രവേശം ചെയ്യുകയായിരുന്നു. അതെ, യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകൾ തന്നെയാണ് യേശുവിൻ്റെയും പ്രസംഗ വിഷയമായി നാം പിന്നാലെ കേൾക്കുന്നത്. വെള്ളത്തിൽ സ്നാനം ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ഈ യോഹന്നാൻ്റെ വാക്കുകൾ: എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നത്രേ. അതെ, യജമാനൻ വരുമ്പോൾ ചെരുപ്പിൻ്റെ വാറഴിച്ച് അത് തുടച്ച് ഒതുക്കി വെക്കുന്നതും അത് അണിയിക്കുവാൻ എടുത്തു കൊടുക്കുന്നതും അന്ന് ഒരു അടിമയുടെ ജോലിയായിരുന്നു. ഇവിടെ യോഹന്നാൻ പറയുകയാണ്: എൻ്റെ പിന്നാലെ വരുന്ന അത്യന്തം വലിയവനായ ക്രിസ്തുവിൻ്റെ ചെരുപ്പ് ചുമപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന്. അതെ, ഞാനോ കുറയണം, അവനോ വളരണമെന്ന് യോഹന്നാൻ പറഞ്ഞ വാക്കുകൾ വളരെ വലുതും ഇത്തരുണത്തിൽ സ്മരണീയവുമാണ്. യേശു വലിയവൻ എന്ന് യോഹന്നാൻ പറയുമ്പോൾ അതിനകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നു. അതെ, യേശു യോഹന്നാനേക്കാൾ വലിയവൻ, യേശു ദേവാലയത്തേക്കാൾ വലിയവൻ, യേശു യോനയേക്കാൾ വലിയവൻ, യേശു ശലോമിനേക്കാൾ വലിയവൻ, യാക്കോബിനേക്കാൾ വലിയവൻ, യേശു അബ്രഹാമിനേക്കാൾ വലിയവൻ. അതെ, യേശു ലോകത്തിലുള്ള എല്ലാറ്റേക്കാൾ വലിയവൻ തന്നെ. അതുപോലെ പിതാവിൻ്റെ അംഗീകാരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നത്, അത് യോഹന്നാൻ അതുപോലെ തന്നെ മർക്കോസ്, ലൂക്കോസ് എന്നിവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 3:17 മർക്കോസ് 1:11 ലൂക്കോസ് 3:22 താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോഴും അവിടെ കേട്ടതുപോലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം മുഴങ്ങി. ഈ ശബ്ദം താൻ ദൈവപുത്രനാണെന്നുള്ള പദവി ബാഹ്യമായി മറ്റുള്ളവരുടെ മുമ്പാകെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുപോലെ ലൂക്കോസ് 3:22 നീ എൻ്റെ പ്രിയപുത്രൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസരണം കാണിച്ചപ്പോൾ പിതാവ് പുത്രനോട് പറയുന്ന നിലയിലാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായി രേഖപ്പെടുത്തുന്നത് കൂടി വന്ന ജനത്തോടും യോഹന്നാനോടും ഉള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്ന നിലയിലാണ്. അതുകൊണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നു. അതുപോലെ ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കി തന്നെയാണ് പിശാച് ത്രിവിധ പരീക്ഷയുമായിട്ട് ക്രിസ്തുവിനെ സമീപിക്കുന്നത്. മാത്രമല്ല, അനവധി വാക്യങ്ങൾ നീ ദൈവപുത്രൻ എന്ന് പിശാചിനാൽ വിളിക്കപ്പെടുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ യോഹന്നാൻ്റെ സാക്ഷ്യവും യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും പിതാവിൻ്റെ പുത്രനോടുള്ള ആ സാക്ഷ്യവും അതോടൊപ്പം തന്നെ തിരുവഴുത്തുള്ള സാക്ഷ്യവും ഒക്കെയും ക്രിസ്തുവിൻ്റെ പൂർവാസ്ഥിക്യം തെളിയിക്കുന്നതാണ്. ഇതേ തുടർന്നുള്ള അനേക ഭാഗങ്ങൾ നാം പിന്നാലെ ചിന്തിക്കുന്നതുമായിരിക്കും. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും പ്രവർത്തനങ്ങളും തൻ്റെ നിത്യതയെ വെളിപ്പെടുത്തുന്ന ഉദാഹരണങ്ങളിലൂടെയാണ്. സൃഷ്ടി പ്രവർത്തനങ്ങളും സംരക്ഷണം, വാഗ്ദാനങ്ങൾ, പഴയ നിയമ പ്രത്യക്ഷതകൾ തുടങ്ങി അനേകം സൂചനകളും ബത്ലഹേമിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള ആസ്തിക്യത്തെ ഉറപ്പാക്കുന്നു. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.